കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമോ എന്നതിൽ ആകാംക്ഷ ഉയരുകയാണ്. എൻസിപിയിലെ മുൻധാരണ പ്രകാരം 2.5 വർഷം പിന്നിടുമ്പോൾ തോമസ് മന്ത്രിയാകേണ്ടതാണ്. എന്നാൽ മന്ത്രിപദം ഒഴിയുന്നതിൽ ശശീന്ദ്രന് താൽപര്യമില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മന്ത്രിസ്ഥാനം നഷ്ടമായാൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം ശശീന്ദ്രൻ ലക്ഷ്യം വെക്കുന്നു. നീക്കം വിജയിച്ചാൽ PC ചാക്കോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിക്കും. VV വിനോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിനോദ്, ഇതൊരു വല്ലാത്ത കീറാമുട്ടിയായി മാറുകയാണോ എൻസിപിക്ക്? തീർച്ചയായും എൻസിപിയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച ചർച്ചകൾ അത് ഒരു തർക്കത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. PC ചാക്കോയാണ് ഈ മന്ത്രിമാറ്റത്തിന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചത്. നേരത്തെ തന്നെയുള്ള ധാരണയാണ് 2.5 വർഷം കഴിയുമ്പോൾ ശശീന്ദ്രൻ മാറണം എന്നത് നേരത്തെ തന്നെയുള്ള ഒരു ധാരണയാണ്. തോമസിന് മന്ത്രിസ്ഥാനം നൽകുക എന്നത് 8.5 വർഷമായി, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതൽ ഈ സർക്കാരിന്റെ കാലം വരെയുള്ള 8.5 വർഷത്തിലധികമായുള്ള സമയം ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുൻ തീരുമാന പ്രകാരം മന്ത്രിസ്ഥാനം പങ്കിടുക, അതിന്റെ അടിസ്ഥാനത്തിൽ തോമസ് മന്ത്രിയാകുക എന്നതാണ്. ശരത് പവാറിനും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടുണ്ട് എന്ന സൂചനകളാണ് നേതാക്കൾ നൽകുന്നത്. നേരത്തെ ശരത് പവാറിനെ PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ കണ്ടിരുന്നു. 10 ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയും PC ചാക്കോയ്ക്ക് ഉണ്ട്. എന്നാൽ ശശി കാര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി പറയുന്നത് പോലെ അനുസരിക്കും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ശശീന്ദ്രൻ നടത്തുന്നതെങ്കിലും നേരത്തെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ നേതാക്കൾ തീരുമാനിച്ചിരുന്നു. അവസാന നിമിഷം ശശീന്ദ്രൻ ആ കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറി. PC ചാക്കോ വ്യക്തമാക്കുന്നത് അടുത്ത 3-ന് വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയിലാണ് ശശീന്ദ്രൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. വ്യക്തിപരമായി ശശീന്ദ്രനുമായി മുഖ്യമന്ത്രിക്ക് അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ തുടരട്ടെ, അല്ലെങ്കിൽ മന്ത്രിമാറ്റത്തിന് അനുകൂലമായി മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന് ശശീന്ദ്രൻ കണക്കാക്കുന്നു. ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷ പദവിയാണ് ശശീന്ദ്രന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ PC ചാക്കോയെ ഒഴിവാക്കിക്കൊണ്ട് ആ ഭാഗത്തേക്ക് വരുന്നതിനുള്ള നീക്കം ശശീന്ദ്രൻ നടക്കും. പാർട്ടിക്ക് മന്ത്രി ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകരുത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ പാർട്ടി പിളർത്തി ഈ മന്ത്രിസ്ഥാനത്ത് തുടരണം എന്ന് അഭിപ്രായമുള്ളവരുണ്ട്. നേരത്തെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ തൃശൂരിൽ ശശീന്ദ്രന് അനുകൂലമായി യോഗം വിളിച്ചിരുന്നു. ഇതിന്റെ പേരിൽ PC ചാക്കോ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശശീന്ദ്രൻ എത്തിയാൽ PC ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആ നിലയ്ക്ക് മാത്രം ചുരുങ്ങുന്ന സ്ഥിതി ഉണ്ടാകും. കോൺഗ്രസിൽ നിന്ന് എൻസിപിയിലെത്തിയ PC ചാക്കോയുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങരുത് എന്നാണ് ശശീന്ദ്രനൊപ്പമുള്ള നേതാക്കളുടെ വികാരം. തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിൽ